ആ മരമണ്ടൻ മാനേജർ ഞാൻ കത്തി ചൂണ്ടിയപ്പോഴേ മാറി നിന്നു തന്നു. പോട്ട ബാങ്ക് കൊള്ളക്കേസിൽ പ്രതി റിജു ആന്റണി ബാങ്ക് മാനേജരെ പറ്റി ചോദ്യം ചെയ്യലിനിടയിൽ പറഞ്ഞതാണിത്. പ്രത്യേക മാനസിക നിലയിലുള്ള പ്രതി താൻ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കുറ്റകൃത്യത്തിന്റെ കൃത്യതയെപ്പറ്റിയുള്ള അഭിമാന ബോധത്തിലാണ് ഇപ്പോഴും. പിടിക്കപ്പെട്ടെങ്കിലും. എന്നാൽ തൊട്ടു പിന്നാലെ പൊട്ടിക്കരയുന്ന പ്രതിയുടെ ദൃശ്യവും പുറത്തുവന്നു. ഒരിക്കലും പിടിക്കപ്പെടാത്തത്ര സൂക്ഷ്മ ശ്രദ്ധയോടെയാണ് കുറ്റകൃത്യം നടപ്പാക്കിയതെന്ന പരിപൂർണ വിശ്വാസം. പക്ഷെ വെബ് സീരീസുകൾ കണ്ട് തയ്യാറെടുത്ത ആ ക്രിമിനൽ ബുദ്ധി പോരായിരുന്നു കേരള പോലീസിനെ കബളിപ്പിക്കാൻ. അയാൾ ഈ എല്ലാ ചാനൽ വാർത്തകളും അയാൾ കണ്ടതായിട്ട് അയാൾ പറയുന്നുണ്ട്. അപ്പം അപ്പോഴും അയാളുടെ ധാരണ അയാളെ പിടിക്കില്ല എന്നുള്ളതാണ് അയാളുടെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ അയാൾ നിൽക്കത്തില്ലല്ലോ. അയാൾ വളരെ പ്ലാൻ ചെയ്തതാണ്. പിടിക്കപ്പെടത്തില്ല. കാരണം ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വഴി അയാൾ കൊടുത്തിട്ടില്ല. വണ്ടിക്ക് ഐഡന്റിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. സാധാരണ പിടിക്കുന്നത് വണ്ടി ഐഡന്റിഫിക്കേഷൻ, ആൾ ഐഡന്റിഫിക്കേഷനുമാണ്. മോഷണം നടന്ന ബാങ്കിലെ ഇടപാടുകാർ, ജീവനക്കാരുടെയും അവരുടെ പരിചയക്കാരുടെയും വിശദാംശങ്ങൾ, ബാങ്കിലെ CCTV ക്യാമറ, TVS എൻഡോർ സ്കൂട്ടർ, അടുത്തിടെ മാത്രം ബാങ്കിന്റെ സമീപം സജീവമായിരുന്ന മൊബൈൽ ഫോൺ നമ്പറുകൾ, ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് അരിച്ചരിച്ചാണ് പോലീസ് പ്രതിയിലേക്ക് എത്തുന്നത്. 36 മണിക്കൂറിനുള്ളിൽ പോലീസ് പ്രതിയെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തു. പോലീസിന്റെ ഏറ്റവും മികവാർന്ന അന്വേഷണമാണ് നമുക്ക് ഇവിടെ കാണാനായത്.